ചാനൽ. ഇപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മുടെ പണികൾ ആരംഭിക്കുവാണ്. അരിയൊക്കെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട്, വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. ഇതാ കറി വെക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിന്ന് പയർ മെഴുക്ക് വരട്ടി വെക്കാം, ഒരു രസം വെക്കാം, ഉണക്കമീൻ വറക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇതാ നമ്മൾ പയർ മെഴുക്ക് വരട്ടി വെക്കാനായിട്ട് അടുപ്പിൽ പാത്രമൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടാകാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ കടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹാക്കിയതായിട്ട് നമ്മുടെ ആദ്യത്തിനും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പയറൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊടിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ്, ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല മഞ്ഞാണ്. എല്ലാ ദിവസവും ഭയങ്കര മഞ്ഞ കേട്ടോ. രാവിലെ എഴുത്ത് വരുമ്പോഴത്തെ നല്ല മഞ്ഞ. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മഞ്ഞൊന്നും ശരിക്കും മാറില്ല കേട്ടോ. നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ രാവിലെ തീർക്കുവാണെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാമോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അടുക്കളയിലെ പണിയൊക്കെ തീർക്കുന്നത്. അപ്പം ഞാൻ പയറൊക്കെ അടുത്ത് വെച്ചു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ശർക്കരയുടെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് എന്നോട് കഴിഞ്ഞ ദിവസം മെസ്സേജിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഏതോ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് വീഡിയോ ചെയ്യാമോ ചോദിച്ചിട്ടുണ്ടേ. ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം. നമ്മളെപ്പോലെ സാധാരണ ഒരു വളർന്നു വരുന്ന ഒരു യൂട്യൂബറല്ലേ. അപ്പോൾ അവരോട് ക്ലീനിങ് ബ്ലോഗൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു അവധി ദിവസം കിട്ടുമ്പോൾ നമ്മുടെ ക്ലീനിങ് ബ്ലോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരും കൂടെ വീട്ടിൽ ഇരിക്കുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കോ ബഹളമോ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നും ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു പോകാനേ പറ്റത്തുള്ളൂ. നമുക്ക് ക്ലീനിങ് ബ്ലോഗ് ചെയ്യാം. നമുക്ക് ഒരു അവധി ദിവസം കിട്ടുന്ന ദിവസം ക്ലീനിങ് ബ്ലോഗ് ചെയ്യാൻ നോക്കേണ്ടിയിരിക്കുന്നത്. ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മെസ്സേജ് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചുവട്ടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇത് കടയിൽ മേടിച്ച പയറാട്ടോ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുപ്പ് വെക്കുമ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങുവേ. ഒന്നും പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം. വെള്ളം ഇറങ്ങുന്നെങ്കിൽ മാത്രം ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് കേട്ടോ. മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് അപ്പോൾ ഇതാ നമ്മൾ പയർ മെഴുക്ക് വരട്ടി ആക്കി. ഇനി അടുത്തത് രസം വെക്കാൻ വേണ്ടി പോവുകയാണ്. രസം നമുക്ക് ചട്ടിക്കകത്ത് വയ്ക്കാം. രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ പണിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങി പോകാൻ. കുട്ടികളെ വിടണം, എല്ലാം പണിയുണ്ട്. അതെല്ലാം കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ പതിയെ പറമ്പിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് രസം വയ്ക്കാനായിട്ട് നമുക്കൊന്ന് ചട്ടിക്കകത്ത് വെച്ച് നോക്കാം. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി, എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. കടുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതാ നമ്മുടെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനേ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതൊന്ന് പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് ഒന്ന് വഴറ്റിയെടുക്കണേ. തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരയ്ക്കാം. നമ്മുടെ രസത്തിനുള്ളത് ഏകദേശം തക്കാളിക്കൊക്കെ നന്നായിട്ട് ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് തക്കാളിക്കൊന്നും കാണത്തില്ലാത്ത പരുവത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാവുമ്പോൾ കേട്ടോ നമ്മൾ ഇതിനകത്ത് നേരത്തെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താണ്. അതുകൊണ്ട് ഇനി ഒന്നും ചേർക്കേണ്ട. കുറച്ച് വെള്ളവും പുളിവെള്ളവും മാത്രം ചേർത്താൽ മതിയേ. ചേർക്കാം, കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട്
പുളിവെള്ളവും കൂടെ കലക്കി ഒഴിക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ ഒത്തിരിയൊന്നും ഇവിടെ രസമൊന്നും വലിയ പിടുത്തമില്ല കേട്ടോ. ചോറിനകത്തൊന്നും കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ചോറൊക്കെ കൊണ്ട് കഴിയുമ്പം ശകലം എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. വയറിനൊക്കെ നല്ലതാണ് ഇങ്ങനെ രസമൊക്കെ വെച്ച് കൂട്ടുന്നത്. അപ്പം നമുക്ക് ഇന്നലെ വൈകുന്നേരം പുഴുക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. അതുകൊണ്ട് രാവിലത്തെ കാപ്പിക്ക് നമുക്ക് ആ പുഴുക്ക് തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണേ. പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി അങ്ങനെ പിറ്റേ ദിവസത്തേക്കിനൊന്നും ആരും കഴിക്കത്തില്ല. പക്ഷേ നമ്മുടെ പുഴുക്കൊക്കെ ആണെങ്കിൽ കഴിക്കുവേ. ഇന്നലെ ആണെങ്കിൽ നമുക്ക് താഴെ പറമ്പിൽ ഇറങ്ങിയിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാച്ചിലും കുറച്ച് ചേമ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പന്നി എലിയുടെയൊക്കെ ഭയങ്കര ശല്യമായിട്ട് നമുക്ക് അങ്ങനെയൊന്നും കിട്ടാറില്ല കേട്ടോ. 1-2 കിഴങ്ങൊക്കെ നമുക്ക് ചേമ്പൊക്കെ കിട്ടുള്ളൂ. കാച്ചിൽ പിന്നെയും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേമ്പ് ഒരെണ്ണം പോലും കിട്ടില്ല കേട്ടോ. അപ്പോൾ കിട്ടിയതെല്ലാം കൂടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കപ്പ ഉണ്ടായിരുന്നു, എല്ലാം കൂടിയിട്ട് നമ്മൾ കുഴച്ച് പുഴുങ്ങിയെടുത്ത പുഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാപ്പിയുടെ കാര്യം നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിച്ചോളുവേ. പലഹാരങ്ങൾ അങ്ങനെ വലിയ പിടുത്തവും ഇല്ല, ഉണ്ടാക്കിയാലും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസം മാറി മാറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പുഴുക്കൊക്കെ ആട്ടോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മുടെ രസം ഇങ്ങനെ ഒന്നായി വരുന്നതേ ഉള്ളേ. തിളയ്ക്കണ്ട, തിളയുടെ ഒരു പാകമായി വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെക്കാവേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രസം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രസം ഏകദേശം ഒന്നാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രസമായിട്ടുണ്ട്. ഇതൊന്ന് വാങ്ങി വെക്കാം. ഇനി അടുത്തത് നമ്മൾ മീൻ വറക്കാൻ വയ്ക്കുവാണേ. ഉണക്കമീനാണേ, ഉണക്കമീൻ വറക്കാൻ വയ്ക്കുവാണ്. അപ്പോൾ രസവും പയർമെഴുക്ക് വരട്ടി ഉണക്കമീൻ വറുത്തത് നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ നമുക്ക് മീൻ വറക്കാനായിട്ട് വെക്കാം. മീൻ വറക്കാൻ വേണ്ടി മാത്രമുള്ള ചട്ടിയാട്ടോ അത്. അങ്ങനെ മീൻ വറക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളേ. ഇത് വേറെ ഒരു ഇതിനും എടുക്കാറില്ല കേട്ടോ. മീൻ വറക്കുന്ന ചട്ടി മീൻ വറക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. കാരണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കറി വെച്ച ഉളുമ്പൊക്കെ ആവുമോ എന്നൊക്കെ എനിക്ക് ഇതായതുകൊണ്ട് നമ്മൾ മീൻ വറക്കാൻ വേണ്ടി തന്നെ ഒരു ചട്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് മീൻ വറക്കാൻ വയ്ക്കാം. അമ്മ മിറ്റം അടിക്കാൻ ഇറങ്ങിക്കുന്നത് ആ പാൽക്കുട്ടിക്ക് പോകാൻ സമയമായി. പാൽക്കുട്ടി പോകാനായിട്ട് ഇറങ്ങുന്നു. ആദ്യക്കുട്ടൻ എന്ത് ചെയ്യണ്ടേ ഇവിടെ നിന്ന് നല്ല പരിപാടി കേട്ടോ. ഞാൻ നോക്കി കണ്ടോ, നല്ല പരിപാടിയില്ല. എൻ്റെ അടുത്ത് തന്നെ വന്നു നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിതുകൊണ്ടിരിക്കും. ഒരിക്കരുന്ന മീനാവട്ടെ കേട്ടോ. മീൻ ഇതൊക്കെ ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യക്കുട്ടിനെ ഇനി റെഡിയാക്കണം. ആദ്യക്കുട്ടിനെ സ്കൂളിൽ പോകണം, ഭക്ഷണം കൊടുക്കണം, കുറച്ച് തുണി അലക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് താഴെ പറമ്പിലേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം മീനും കൂടെ വറുത്ത് വെച്ചിട്ട് അടുത്തത് നമ്മൾ വേഗം തുണി അലക്കാൻ പോകാം കേട്ടോ. മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഓരോ പണികളൊക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പറമ്പിലേക്കും കൂടെ ഇറങ്ങി പോകണമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ മഞ്ഞൊന്നും അങ്ങനെ വലിയ കാര്യമായിക്കുന്നില്ല. ഒരുമാതിരി ഒന്ന് മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതിയെ തുണി അലക്കാനും കൂടി ഇറങ്ങും കേട്ടോ. അപ്പം നമുക്ക് മീൻ വറുത്തിട്ട് തുണിയും കൂടി അലക്കാനായിട്ട് ഇറങ്ങാൻ പോവുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് തുണി അലക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാ നമ്മൾ താഴെ പറമ്പിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് പാറയൊക്കെയാണ്. നമ്മൾ ഇറങ്ങി പോകുന്നിടത്ത് കുറേ പുല്ലുകൾ മരങ്ങളൊക്കെ ഉണ്ട്. അമ്മ പോകെ വരുന്നതേ ഉള്ളൂ. ഇതാ നമുക്ക് ഇതൊക്കെ കേട്ടോ നമ്മുടെ ഏരിയ. കുറേ മരങ്ങളാട്ടോ. അത്യാവശ്യം മരങ്ങളൊക്കെ ഈ പ്രാവശ്യം വെച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പാഴ്മരങ്ങളൊക്കെ കൊടുക്കണം. നമ്മുടെ ഇതാട്ടോ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നമ്മളിങ്ങനെ നടക്കാറില്ലാത്തത് കൊണ്ട് വഴിയൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയി കിടക്കുന്നത് പോലെയാണ്. ഇവിടെയൊക്കെ പുല്ല് മുറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എങ്കിലും കുറച്ചും കൂടിയൊക്കെ മുറിച്ചെടുക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ വരുന്ന വഴി ഇതാട്ടോ. നമ്മുടെ പറമ്പിലേക്ക് ഇതാ ഇങ്ങനെ ഇറങ്ങുന്നു. ഇതെല്ലാം നമ്മുടെ പറമ്പാണെങ്കിൽ അത് പാറയാട്ടോ. അത് പാറ. ഇവിടെ തൊട്ട് നമ്മുടെ പറമ്പ് ശരിക്കും തുടങ്ങുന്നു കേട്ടോ. പറമ്പായിട്ട് നമ്മൾ എല്ലാം
വേല എടുക്കുന്നത് ഇവിടം തൊട്ടാക്കിയ കേട്ടോ. നമ്മളിതൊക്കെ ഇന്നലെ വെട്ടി വീശി നന്നായിട്ട് ഇട്ടിരുന്ന കേട്ടോ. ഇന്നലെ ഇട്ടിരുന്നതാണേ. ഇപ്പോൾ ഇന്നും കൂടെ കുറച്ചൊക്കെ വീശാനും അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കയറി പോകാമെന്ന് ഓർത്തുകൊണ്ട് വന്ന കേട്ടോ. കുറച്ച് കാപ്പിക്കുരുവൊക്കെ ഈ ചെറിയ മൈസൂർ കാപ്പി പോലത്തെ ചെറിയ കാപ്പിയൊക്കെ നമുക്ക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചുണ്ടെങ്കിൽ ഒന്ന് പറിച്ചെടുക്കണം. കുറച്ച് പള്ളയൊക്കെ വീശിയെടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണേ. അപ്പം നമ്മുടെ പഴയ വീട് കാണിച്ചു തരാം കേട്ടോ. പഴയ വീട് ഇതായിരുന്നു കേട്ടോ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വീട്. ഇപ്പോൾ അപ്പടി പോയി കേട്ടോ. വീട് കാണുന്നില്ല കേട്ടോ. വീട് കാണുന്നില്ല. ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ. വീട് ഇതാണ് നമ്മുടെ വീട്. വീടൊക്കെ അപ്പടി പോയി കിടക്കുവാന്നേ. അത്യാവശ്യം മൊത്തം പോയി കിടക്കുക കേട്ടോ. പള്ളയൊക്കെ വീശി നമ്മളിതൊക്കെ കുറേ വീശിയിട്ടേക്കുന്ന കേട്ടോ. നമ്മൾ ഇറങ്ങി വരുന്ന ആ വഴി മുഴുവൻ ഇങ്ങനെ നല്ല പറമ്പെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടേക്കുക. ഇനി നമുക്ക് ഇവിടെ കണ്ടില്ല കുറേ പള്ളയൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വീശി എടുക്കാനായിട്ടുള്ള കേട്ടോ. കുറേ 4-5 ഏക്കർ പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ തെളിച്ച് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഈ 2 മണിക്കൂറൊക്കെ പണിയുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി പെട്ടെന്നൊന്നും അങ്ങനെ തീരെയല്ല. അതുകൊണ്ടാണ് നമുക്ക് പതിയെല്ലാം ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടണം. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇറങ്ങി വരുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല തണലാട്ടോ. വെളുതപ്പോഴല്ല നല്ല വെയിലാണെങ്കിലും ഇങ്ങനെ മരത്തിനകത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല തണലാണേ. ഇതൊക്കെ നമ്മുടെ കൊക്കോ പരിപ്പ് അത്യാവശ്യം കൊക്കോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം നേരത്തെ വന്ന് പറിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടല്ലോ മുഴുവൻ തിന്നിട്ട് പോയി. അണ്ണാനൊക്കെ കഴിച്ചിട്ട് പോയി. അണ്ണാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് പറഞ്ഞ പോലെ നമ്മളത് ഇട്ടിരുന്നത് കൊണ്ട് അണ്ണാൻ ഭക്ഷണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. അമ്മ അങ്ങൊന്ന് മേളിലേന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീടും പറമ്പും സ്ഥലമൊക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അത്യാവശ്യം നമ്മൾ അടുക്കളയിലെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടാട്ടോ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങും കേട്ടോ. സാധാരണ പതിവ്. ഇന്നും അതുപോലെ തന്നെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പള്ളവെട്ടും അതൊക്കെ തന്നെയാണ് നമ്മുടെ പണിയുള്ളൂ കേട്ടോ. ചോലയിറക്കൽ പിന്നെ ആണുങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ മരം കയറി ചോല ഇറക്കാനൊന്നും. അതുകൊണ്ട് അടിച്ചോലയൊക്കെ വെട്ടിയൊന്ന് വീശി എടുക്കലാട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. നല്ല കാടും പള്ളയും പുല്ലും ഒക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാട്ടോ. നമുക്കിത് വീശിയൊന്നും എടുക്കുന്നത് ഭയങ്കര പണിയാട്ടോ. കാണുന്നത് പോലെ എളുപ്പമല്ല കേട്ടോ. നന്നായിട്ട് നിന്നും ഒക്കെ ആട്ടോ ഞങ്ങൾ കുറേ നേരം നിൽക്കും അങ്ങനെയൊക്കെ ആട്ടോ നമ്മൾ വെട്ടാറ്. കാരണം കുറേ വെട്ടി കഴിയുമ്പോഴത്തേക്കും കൈക്കൊക്കെ നല്ല വേദനയായി തുടങ്ങുവേ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒന്ന് വെട്ടി ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടെ കട്ടയ്ക്ക് നിന്ന് മത്സരിച്ചതുകൊണ്ട് കുറേയൊക്കെ വെട്ടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വെട്ടി നമ്മൾ കൊടിച്ചോട്ടിലൊക്കെ കൂട്ടുക ഇതൊക്കെ ആട്ടോ നമ്മുടെ മെയിൻ പരിപാടി. അപ്പം ഇന്നത്തെ കാടുവെട്ടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നമുക്ക് കാപ്പിക്കുരു ഉണ്ട് പറിക്കാനായിട്ട്. ഈ മൈസൂർ കാപ്പി എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ കാപ്പി ഉണ്ടല്ലോ അത് പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പഴുത്ത് അങ്ങ് പറിച്ചെടുത്തില്ലേ കിളിയൊക്കെ തിന്നിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് നമുക്കതൊന്ന് പറിച്ചെടുത്തേക്കാം എന്ന് വിചാരിച്ചത്. ഈ കൊല്ലം അങ്ങനെ വിളകളൊക്കെ വളരെ കുറവാട്ടോ. കാരണം ഈ കൊല്ലം വേനൽ കൂടിപ്പോയോണ്ടാണോ അതോ മഴ കുറഞ്ഞതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ഈ പ്രാവശ്യം നമുക്ക് ഭയങ്കരമായിട്ട് വിളകളൊക്കെ എല്ലാം കുറവാട്ടോ. കുരുമുളകാണേലും കാപ്പിയാണേലും എല്ലാം കുറവാണേ. അപ്പോൾ ഉള്ളത് നമുക്ക് കിളി തിന്നിട്ട് പോകുന്നതിന് മുമ്പ് പറിച്ചെടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പോയി കുറച്ചൊക്കെ പറിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേട്ടോ കരോട്ടുമെന്ന് ഏട്ടൻ വിളിച്ചത് കയറി ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോവുകയാണേ. അപ്പോൾ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കരോട്ട് വീട്ടിലേക്ക് കയറി പോവുകയാണേ. പിന്നെ അന്തരീക്ഷം നല്ല ഇരുണ്ട് മൂടി നിൽക്കുന്നു. ഇപ്പോൾ മഴ പെയ്യാൻ പാകത്തിനാട്ടോ നിൽക്കുന്നത്. നല്ല കറുത്തിരുണ്ട് മൂടി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി പോകാം. ഏട്ടൻ വന്നിട്ടുണ്ട്. ഇനി പോയി ചോറുണ്ണണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.